ഒരു നാർസിസ്റ്റിക് അബ്യൂസ് വിക്റ്റിം ആണെങ്കിൽ, അതല്ല ഒരു നാർസിസ്റ്റിക് അബ്യൂസ് വിക്റ്റിം ആയിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു നാർസിസ്റ്റ് എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് അവരിൽ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട്, ഇമോഷണലി പ്രത്യേകിച്ചും അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, അതായത് അവരുടെ വിക്റ്റിമായിട്ട് നമ്മളെങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും അത് സ്വാഭാവികമായിട്ട് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്, ഇങ്ങനെയൊക്കെയോ അങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല. ഒരു നാർസിസ്റ്റിന് കൃത്യമായ പ്ലാൻ ഉണ്ട്, സ്റ്റെപ്പുകളുണ്ട് ഒരാളെ അവരുടെ വിക്റ്റിമാക്കി മാറ്റിയെടുക്കാൻ, അവരിൽ മാത്രം ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറ്റിയെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1, അതായത് ലവ് ബോംബിംഗ് എന്ന് നമ്മൾ പറയും. നമ്മളൊരു നാർസിസ്റ്റുമായിട്ട് റിലേഷൻഷിപ്പിലായാൽ, അല്ലെങ്കിൽ മാരേജ് ആണെങ്കിലും മാരേജ് ചെയ്താൽ, അല്ലെങ്കിൽ അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ഇത്രയും നമ്മളെന്താ പറയുക, നമ്മളങ്ങ് സ്നേഹിച്ച് കൊല്ലുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മളെ അങ്ങ് നമുക്ക് ഇത്രയും അറ്റൻഷൻ ലൈഫിൽ ഇന്നവരാരും തന്നിട്ടുണ്ടാവില്ല, ഇത്രയും കെയർ ആരും തന്നിട്ടുണ്ടാവില്ല, ഇത്രയും നമ്മളാരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല, ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, ഇത്രയും നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ സോൾമേറ്റിനെ നമ്മൾ കണ്ടുപിടിച്ചു, എന്താണ് ഇത്രയും ഞാൻ വൈകിയതെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്നിട്ട് പതുക്കെ എന്താവും, നമുക്ക് അവരില്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മളെ അവർ എത്തിക്കും. ഇവിടെയാണ് ഇനി അവർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അതായത് നമ്മുടെ ബാക്കിയുള്ള കോണ്ടാക്റ്റുകളെ പറ്റിയിട്ട് അവർ കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങും. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാവും. അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോയി, അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ളൊരു ആവശ്യം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അതിനിടയിൽ കയറിയിട്ട് ഇവരതിന് കംപ്ലൈൻറ്റ് പറയാൻ തുടങ്ങും. അപ്പോൾ അവരൊന്നും ശരിയല്ല, എന്തിനാണ് അവരുടെ കൂടെ പോയത്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, അവരെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് നമ്മുടെ പ്ലാൻ, നമ്മുടെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് പതുക്കെ ഇവർ നുഴഞ്ഞ് കയറാൻ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ സ്വയം വിക്റ്റിമായിട്ട് അഭിനയിക്കും. അതായത് നമ്മൾ അവരെ ആവശ്യത്തിന് കെയർ ചെയ്യുന്നില്ല, നമ്മൾ ആവശ്യത്തിന് അവരെ സ്നേഹിക്കുന്നില്ല, നമുക്ക് മറ്റുള്ളവരാണ് ഇമ്പോർട്ടൻറ്റ്, അവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, ഈ രീതിയിലൊക്കെ പറഞ്ഞ് നമുക്ക് ഉള്ളിൽ തന്നെ നമുക്കൊരു കുറ്റബോധം പോലെ തോന്നാൻ തുടങ്ങും. അയ്യോ, എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ഒരാളെ ഞാൻ അവോയ്ഡ് ചെയ്തോ എന്നുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാക്കിയുള്ള എല്ലാ ആളുകളേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ നാർസിസ്റ്റിന് കൊടുക്കും. അതായത് നമ്മുടെ പാർട്ട്ണറോ ആരാന്ന് വെച്ചാൽ അയാൾക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക, പതുക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അകലും. കാരണം നമുക്ക് ലൈഫിൽ അതുവരെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള ആളുകളിൽ നിന്നൊക്കെ നമ്മൾ അകന്നിട്ട് എല്ലാവർക്കും വേണ്ട ശ്രദ്ധ നമ്മൾ ഈ ഒരൊറ്റ വ്യക്തിയിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കും. ഇനിയാണ് സ്റ്റെപ്പ് 4 വരുന്നത്. അതായത് ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, പിന്നെ നമ്മുടെ ചുറ്റും നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് അവർ നമ്മളടുത്ത് നമ്മളെ മാനിപ്പുലേഷൻ ഒരു പടി അടുത്ത സ്റ്റെപ്പിലേക്ക് കടത്തും. അതായത് നമ്മളെ ഇവരിൽ നിന്നൊക്കെ അകറ്റിയതിന് ശേഷം പിന്നെ അവർക്ക് നിന്നോട് യഥാർത്ഥത്തിൽ സ്നേഹമല്ല, നിൻ്റെ ഫ്രണ്ടിന് നമ്മുടെ റിലേഷൻഷിപ്പിൽ കുശുമ്പാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണ് നിൻ്റെ ഫാമിലി ചെയ്യുന്നത്, ഈ രീതിയിൽ അങ്ങനെ ഒരു തരം മാനിപ്പുലേഷനിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ സംശയിക്കാൻ തുടങ്ങും. നമ്മളൊരിക്കലും ശരിയാണ്, നമ്മുടെ കൂടെയുള്ള അതായത് ഒരു പോസിറ്റീവ്നെസ്സിൻ്റെ മറ്റൊരു വേർഷൻ. അതായത് നമുക്ക് അവരെയൊക്കെ ഡൗട്ട് ചെയ്തിട്ട് നമ്മൾ ആകെ വിശ്വസിക്കുന്ന ആൾ ഈ നാർസിസ്റ്റായിട്ട് മാറും. നമ്മൾ ബാക്കിയുള്ള ആളുകളെയൊക്കെ വിശ്വാസത്തിലെടുക്കാതെ ആവും. ഇനി അതിൻ്റെ ഭീകരതയിലേക്ക് കിടക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവർ മോണിറ്റർ ചെയ്യാൻ തുടങ്ങും. അതായത് എവിടെയായിരുന്നു പോയത്, എന്താ ചെയ്തത്, എങ്ങനെയാണിത്, പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യും. അതായത് നമ്മൾ ആരെടുത്ത് മിണ്ടണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ഡ്രസ്സ് ഇടണം, അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പേടിയായിരിക്കും. അവരറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, അയ്യോ ആൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പാടില്ല, ഈ രീതിയിൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, അവരില്ലെങ്കിലും അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺട്രോൾ നമ്മുടെ മേലേക്ക് വരാൻ തുടങ്ങും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലായിട്ട് അവരുടെ കൺട്രോളിലേക്കായിട്ട് നമ്മൾ മാറും. അതായത് ആദ്യമായിട്ട് നമ്മളെ എല്ലാവരിൽ നിന്നും അകറ്റി എല്ലാവരെയും നമ്മൾ സംശയിക്കാൻ തുടങ്ങി. നാർസിസ്റ്റിനെ നമ്മളെല്ലാ ശ്രദ്ധയും ഈ നാർസിസ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞു. അതായത് ടോട്ടലി നമ്മൾ ഇമോഷണലി ഈ നാർസിസ്റ്റിൽ ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞു.
അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇയാളായിട്ട് മാറുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഇടയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാർസിസിസ്റ്റ് ഈ സമയത്തും നമ്മളെ ആരിൽ നിന്നൊക്കെ അകറ്റിയോ അവരുടെയൊക്കെ മുന്നിൽ ആളുടെ ഇമേജ് വളരെ നല്ലതായിരിക്കും. അതായത് ഇപ്പം നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ ഡൗട്ട് ചെയ്യാണ്, ആ ഫ്രണ്ടിൻ്റെ നമ്മൾ മീറ്റ് ചെയ്യുന്നു, ഈ നാർസിസ്റ്റിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറും. അപ്പോൾ ഫ്രണ്ട് എന്താണ് വിചാരിക്കുക, ഇവളല്ലെങ്കിൽ ഇവൻ എൻ്റെ അടുത്ത് ഇതാക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇവരുടെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വൈഫ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പാർട്ട്ണർ എന്നുള്ള ലവർ എന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പോൾ നമ്മുടെ ഇമേജ് പോവുകയും ചെയ്യും, അതേസമയം ആളുടെ ഇമേജ് അവിടെ നന്നായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നാർസിസ്റ്റിക് അബ്യൂസ് വിക്റ്റിം ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇതൊക്കെ കമൻറ്റിൽ എഴുതണം. അതല്ല ഇതിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ പാറ്റേൺ കറക്റ്റാണ്, ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു നാർസിസ്റ്റിക് അബ്യൂസ് നമ്മളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പ് ഇത് തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കമ്മിറ്റഡ് ആവാതെ അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ കണ്ടൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.